ഓ, ആരാ ഇത് രാവിലെ തന്നെ മനുഷ്യനെ വേർപ്പിക്കാനായിട്ട്? ഹലോ. ആ, ഓ, ആ, ഓക്കെ ഓക്കെ, വരാം വരാം. ഞാൻ വരണോ? തിരി വന്നാ പോരെ? ഓ, ആരൊക്കെ മീറ്റിങ്ങിലുള്ളത്? ആ, ജിയോണയുടെ ഏട്ടനോ? ജിയോണയോ? എന്നാ ഞാൻ വരാം. പോട്ടോ, എണീക്കടാ. എന്തൊരു ഉറക്കാൻ നോക്കും. ഡാ എണീക്ക്. എടാ മീറ്റിംഗ് ഉണ്ടടാ. ജിയ, ജിയ, എന്തോന്ന് ഇവൻ എന്തായി പറയുന്നത്? നാജിയെ? ഇത് നാജിയ? ഈശ്വര, ഇത് മുസ്ലിം പണിയാണ്. ഇവൻ ലൈനാക്കിയോ? എണീക്കടാ. എന്തോ സ്വപ്നം കാണുന്ന കുക്കി, എവിടേക്കാണ് നീ ഓടുന്നേ? മെല്ലെ നടക്ക്, ക്ലാസ് തുടങ്ങാനൊന്നും ടൈമായിട്ടില്ല. ബാക്ക് ബെഞ്ചിൽ കിടന്ന് നല്ലോണം ഉറങ്ങാനുള്ളേ. ദേ നോക്ക്, ഇന്നലെ നമ്മൾ കണ്ട ആ ചെറുക്കൻ. ഓ, അതിന് ഞാനിപ്പോൾ എന്ത് വേണം? നീ വാ, ക്ലാസ്സിലേക്ക് നടക്ക്. ഡി പോത്തെ, അങ്ങോട്ട് നോക്ക്, അവൻ ഇങ്ങോട്ട് വരുന്നേ. ഈശ്വര, ഇന്നലെ പറഞ്ഞത് കൂടിപ്പോയെന്ന് ആപ്പിളെ നിന്നോട് പറഞ്ഞല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഓ, ബാഡ് മോർണിംഗ്. താങ്ക് യു. ഹലോ. സോറി, അവള് ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഞാൻ അവൾക്ക് വേണ്ടി സോറി ചോദിക്കാം. ഇന്നലത്തെ കാര്യം താൻ മനസ്സിൽ വെക്കരുത്. ഏയ്, അവൻ സാരല്ലോടും. ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ, ഞാനത് കേട്ടു. അങ്ങനെ മനസ്സിൽ ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല ഞാൻ. ഓ, സോ നൈസ് ഓഫ് യു. ഇന്നലത്തെ കാര്യത്തിന് ശേഷം ഞാൻ ആലോചിച്ചു, ഇതുപോലൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലൈക്ക് ഷീസ് റിയലി ഡിഫറെൻറ്റ്. ഇവിടെ എനിക്ക് നോട്ടം കിട്ടാൻ വേണ്ടി എല്ലാ പെൺകുട്ടികളും എൻ്റെ പുറകെ നടക്കുമ്പോൾ അവൾ മാത്രമാണ് എന്നെ മൈൻഡ് പോലും ചെയ്യാതിരുന്നത്. പോരാത്തതിന് എനിക്കൊരു അടിയും തന്നു. അതുകൊണ്ട് അവളെ കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നി, ഒന്ന് ഫ്രണ്ട്സ് ആവണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. അത് പറയാൻ പോലും അവൾ നിന്നില്ലല്ലോ. കുഴപ്പമില്ല, താൻ പറഞ്ഞാലും മതി. ഇന്ന് ഈവനിങ് 5 o'clock കോളേജ് ഗേറ്റിന് പുറത്ത് ഞാൻ കാത്തു നിൽക്കും. വെരി ഫണി. ഇന്നലെ അവൻ്റെ മുഖത്ത് തന്നെയല്ലേ നല്ലൊന്ന് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഇന്ന് അവനെ ഡേറ്റ് കളിച്ചിരിക്കുന്നു. ഓ സോറി, ഫ്രണ്ട്ലി ഡേറ്റ് അല്ലേ? കൊള്ളാം. ഇത് എന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ പുറകെ ഞാൻ പോവാത്തതിലുള്ള ചുരുക്കാത് എന്നെ വളച്ചെടുക്കാനായിരിക്കും. ഇപ്പം നടക്കും. അവനറിയില്ല ഈ ജീവനെ പറ്റി. എന്നെ വളച്ചെടുക്കണമെങ്കിലേ അത് ഒന്നുകൂടി ജനിക്കണം. എൻ്റെ പൊന്നു കുക്കി, നീ ഇത്രമാത്രം പറയാൻ അവൻ എന്നോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ഒന്ന് ഈവനിങ് വരാനല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്നൊന്നും ചോദിച്ചില്ലല്ലോ. എടി, ഇനിയെങ്കിലും നീ ഈ ആറ്റിറ്റ്യൂഡൊന്ന് സൈഡിലേക്ക് വെക്ക്. നമ്മുടെ ഭാഗത്താ തെറ്റ്. ഒരു കാര്യമില്ലാതെ അവനെ കയറി അടിച്ച് അവനെ വഴക്കും പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഇങ്ങോട്ട് കോംപ്രമൈസിന് വരിക. അപ്പം നീ വീണ്ടും ഇങ്ങനെ നിന്നാലോ? നീ പറയാൻ കേൾക്ക്, എനിക്ക് വേണ്ടി ചെല്ല നീ പ്ലീസ്. ഓക്കെ ഫൈൻ. കോളേജ് ഗേറ്റിനെ പുറത്ത് 5 മണിക്ക് കാത്തു നിൽക്കും അല്ലേ? നമുക്ക് നോക്കാം അവൻ എത്ര നേരം കാത്തു നിൽക്കുമെന്ന്. ജിയോണിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒരു 6 മണിക്ക് ഞാൻ അവിടെ എത്തും. അപ്പോൾ എന്നോട് ഉണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ മോളെ ജീനി നോ ചാൻസ്. ഓ, ഇവിടെ പോയി കിടക്കികള്. സമയം 5:15. ഇതുവരെ അവൾ വന്നിട്ടില്ല. ഇനിയിട്ടവൾ വരാൻ പോകണമില്ല. നീ വാടാ, നമുക്ക് ക്ലബ്ബിൽ പോവാം. അല്ലാതെ ഇതിനൊക്കെ ഇനി സമയം കളയാൻ വയ്യ.
ഇവള് അത്ര പെട്ടെന്നൊന്നും അടുക്കുമെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം നോക്കണം. ഓപ്സ്, ഇവിടെ ആരുമില്ലല്ലോ, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. സോ നോ ചാൻസ്, ഞാൻ പറഞ്ഞല്ലേ ജീനി. അപ്പോൾ വാ, ഇനി എന്നെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ? ഹായ്, ഇന്നലെ 5 മണിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്താ താൻ കേട്ടില്ലേ? അതോ ഇയാളുടെ എന്നോട് പറയാൻ മറന്നുപോയോ? എനിക്ക് ഇറ്റ്സ് ഓക്കെ. ഇന്ന് വൈകിട്ട് തനിക്ക് വരാൻ പറ്റുമോ? ഓ റിയലി? കാത്തു നിന്നോ? പക്ഷേ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കണ്ടില്ലല്ലോ. നോ അങ്ങനെയല്ല. ഇന്നലെ ഞാൻ ഒരുപാട് നേരം കാത്തു നിന്നു, പക്ഷേ തന്നെ കണ്ടില്ല. ബൈനവേ, എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ജീനി അവളെന്നെ ഒരുപാട് കമ്പൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചത്. പക്ഷേ ഒരിക്കലും ജീവനൊരു ചാൻസ് കൊടുക്കും. നോ സെക്കൻഡ് ചാൻസ്. ഓക്കെ? ഡാളിയ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. ഇത് ടെമ്പർ തെറ്റിക്കാനായിട്ട് ഇപ്പോൾ ആരാന്നുള്ള വിചാരം? ഉർവശിയോ അതോ രംഭയോ? എനിക്ക് പിന്നെ അറിയില്ല. സാരമില്ല, അറിയിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താണ് അടുത്ത പ്ലാൻ? നീ പറ, ഞാൻ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. അവൾ പറഞ്ഞു കേട്ടില്ലേ, ജീനിയോട് അവൾക്കൊരു സ്പെഷ്യൽ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇനി അതേ പിടിച്ച് നമ്മൾ കയറാൻ പോകുന്നത്. ഈ മുംബൈയിലുള്ള നമ്മുടെ ഗ്യാങ്ങിന് വിളിക്കും. എൻ്റെ പോനെ ജീനി, ഇന്നെന്ത് കോമഡി ആയിരുന്നല്ലേ ക്ലാസ്സിൽ? അവൻ വന്നപ്പം മുതലേ നിന്നെ നല്ലൊരു നോട്ടമുണ്ട്. ആ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓ, അവൻ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എന്താ മോളെ? എന്തോ എനിക്കൊരു സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുക്കി, ചിനി ചിനി ചിനി, ഹെൽപ്പ് ഹെൽപ്പ്, ആരാ നിങ്ങൾക്ക്? വിട്, നമ്മളെ വിടാൻ. അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ, നിങ്ങൾ രക്ഷിക്കണേ. ഹലോ ഹലോ ഏട്ടാ, ഹലോ ഏട്ടാ, ചീനി ചീനി. ഏട്ടാ ഏട്ടാ എന്താ ഇവിടെ? ഏട്ടാ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല മോളെ, ഞാനിപ്പോ നിന്റെ അലർച്ച കേട്ട് വന്നതാ. എന്ത് പറ്റി? എന്തേ വയ്യ നിനക്ക്? അതൊന്നുമില്ല ഏട്ടാ, ഒരു ബാഡ് ഡ്രീം, അത്രേ ഉള്ളൂ. നിന്നോട് ഞാൻ പറയാറില്ലല്ലോ മോളെ, പ്രാർത്ഥിച്ചിട്ട് കിടക്കണോന്ന്. ഇന്ന് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആശ വിളിച്ചത്. മോള് പെട്ടെന്ന് റെഡി ആയിട്ടോ? ഇന്ന് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാം. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെയിലിക്കൽ നിന്നവനെ. നിന്നവനെയാണോ നിന്നവളെയാണോ? എടാ ഇതവനെ, വെയിലക്കിൽ നിന്നവനാണോ നിന്നവളാണോ? അറിയില്ലേ? അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ. എന്തിനാ വിഴുങ്ങുന്ന നോട്ടം നോക്കുന്നത്? ഓ, അല്ലെങ്കിൽ നമ്മളൊന്നും അവന് പിടിക്കില്ല. ഏതോ നാജിയ ഉണ്ടല്ലോ. ആഹാ, നീ ഉറക്കത്തെ പലതും വിളിച്ചു ചേർന്ന് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. എന്താടാ, എൻ്റെ അടുത്ത് പറയാത്ത പോലെ രഹസ്യമുണ്ടോ നിനക്ക്? പോടാ, അത് ഞാൻ ഉറക്കത്തെ പോലെ വിറ്റും നീ പറഞ്ഞ നീ കേട്ടായിരിക്കും. അല്ലാതെ നിൻ്റെ അടുത്ത് ഞാൻ എന്ത് മറിച്ചേക്കാൻ? ഓ, അല്ലെങ്കിലും എന്നോടേ എല്ലാം പറയുന്ന ഒരാളാണ് നീ. പല കള്ളങ്ങൾ വിളിക്കുന്ന ഇടയ്ക്ക് മറ്റുള്ളവരും പലതും ഒഴിക്കുന്നുണ്ടെന്ന് തോന്നും. ഞാനിങ്ങോടെ ഒന്നും പറയാണ്ടിരിക്കാറില്ല. പിന്നെ നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലല്ലോ. ഞാൻ പറയുമ്പോഴത്തേക്ക് നീ അങ്ങ് പറയും പെൺ വിഷയം നിന്നോട് പറയാൻ. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? നീ വലിയ മാന്യനല്ലേ. ഓ,
ഹലോ ഹലോ ഏട്ടാ, ജീനി ആരോ കിഡ്നാപ്പ് ചെയ്തു. ആരാന്നറിയില്ല. എൻ്റെ മുമ്പ് വെച്ച് അവർ കിഡ്നാപ്പ് ചെയ്തത്. പെട്ടെന്നൊരു കൂട്ടാൾക്കാർ വന്ന് അവളെ കാറിൽ പിടിച്ച് കയറ്റിയായിരുന്നു. എനിക്കൊന്നും അറിയില്ല ഏട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ജിയോണ, എന്ത് പറ്റിയത്? എന്തിനാ കഴിയുന്നേ? എന്താ നിനക്ക് പറ്റിയത്? ജീനി ആരോ കിഡ്നാപ്പ് ചെയ്തു. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാം? പോലീസ് വിളിക്കാനായിട്ടും പറഞ്ഞത്. ഉടനെ പോലീസിനെ കോൺടാക്ട് ചെയ്യണം. പോലീസിനെ കൊണ്ട് നമ്മൾ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. യു ഡോണ്ട് നോ, ഇവിടെ എല്ലാം ഈ ഗാങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. എന്തിനാ ജീനിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. സാധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഈ കിഡ്നാപ്പ്സ് നടക്കാറുള്ളൂ. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആർക്കാ പറ്റുക? ജിയോണ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ടെവിന് മാത്രമേ പറ്റുള്ളൂ. അവന് ഇത് ഒരുപാട് ഗാങ്സ് ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് എന്തായാലും അവന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പറ്റില്ല. അവനോട് ചോദിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പും വേണ്ട. ജീനി രക്ഷിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ജിയോണ, ഒന്ന് ആലോചിച്ച് നോക്ക്. ജീനി നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെയാണോ നിനക്ക് ഇമ്പോർട്ടൻറ്റ്, അതോ നിന്റെ ഈഗോയോ? അത് നീ തന്നെ ആലോചിച്ചാൽ മതി. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യും. ഇവിടെ ജീവനല്ലാതെ വേറെ ഏതെങ്കിലും പോപ്പുലർ ഗാങ് ലീഡേഴ്സ് ഉണ്ടോ? എനിക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം. ഉണ്ട്. എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ അവരൊന്നും അത്ര നല്ല ആൾക്കാരല്ല. പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അല്ല അതാണ് ആ ഫ്രെയിം. ആള് ഒരു പക്ക പ്ലേ ബോയ് ആണ്. അവൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു റിസ്ക്കാണ് ജിയോണ. പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ. എക്സ്ക്യൂസ് മീ, I really need the help from you. My friend got kidnapped and I don't know who was it and for what purpose. I heard you have connection with many gangs and you can help me. I hope. Whatever the amount be, I can pay that, but just help me to find my friend. ഇത്ര അടിപൊളി ഫിഗർ, അത് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ ഹാർട്ട് ഇങ്ങനെ ടുക്ക് 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 എന്ന് വരുന്നു. നമ്മളെ ഹെൽപ്പ് വേണ്ടേ? ഞാൻ അടി ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഉള്ളത്. പിണങ്ങാതെ നിക്കടി. ഈ പേയ്മെന്റ് ഒന്നും തരണ്ട, ഒരു ദിവസം എൻ്റെ കൂടെ വന്നാൽ മതി. ഓക്കെ ആണെങ്കിൽ നീ പറ, നിന്റെ ഫ്രണ്ട് എവിടെയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. Don't even try, okay? Juna, are you okay? ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വർക്കാവില്ലെന്ന്. നീ തന്നെ തീരുമാനിക്ക. നിനക്ക് ജീനിയാണോ വലുത് അതോ നിന്റെ ഈഗോയാണോ? ഹലോ, എന്ത് വേണം? എനിക്ക് തെവിനെ ഒന്ന് കാണണം. ഓ, തെവിനോ? അതവൻ അർജന്റായിട്ടൊന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഒരു കാര്യം ചെയ്യും, കുട്ടി കോളേജിൻ്റെ പുറത്ത് കാത്തു തന്നാൽ മതി. അവൻ എത്തിക്കോളൂ. ഓക്കെ, ഞാൻ പറയാം. ഡോണ്ട് വറി. ഓക്കെ, ഷുവർ. കൊള്ളാം, ഈ പ്ലാൻ അപ്പോൾ സക്സസ് ആയി. എന്നെ കാത്തു നിർത്തിച്ചോളാം. ഇനി അവൾ അവിടെ നിൽക്കട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ ചെന്ന് ബാക്കി കാര്യങ്ങൾ നടത്താം. ഒന്നും അറിയാത്ത പാവം ഒരു മാന്യനായ ടെവിൻ.
പാവം ജിയോണ. എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ എൻ്റെ ഒരൊറ്റ ഞൊടിയിൽ അവളിപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. സോ സാഡ് അല്ലേടാ? എവിടെയാ? എന്തവസ്ഥയിലേ പോളേ? നിനക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല.